ഹലോ, അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്ക്. അപ്പം നമ്മളിന്ന് പള്ളിയിൽ പോവാട്ടോ. രാവിലെ എണീറ്റു, പായസമൊക്കെ കുടിച്ചു, അപ്പവും ചിക്കൻ കറി കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചിട്ടില്ല. പായസമൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് നമ്മളിപ്പോൾ പള്ളിയിൽ പോവാണ്. നമുക്കിനി പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. പിന്നെ വരാൻ വേണ്ടി ولكن فأتمهن قال إني جاعلك للناس إماما قال من ذريته قال لا ينال عهد الظالمين صدق الله العظيم. പ്രിയമുള്ള ഇന്നത്തെ ദിവസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബലി പെരുന്നാൾ എന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പുത്രനായ ഇസ്മായിൽ സുരക്ഷിതമാണ്, മദീന സുരക്ഷിതമാണ്, ഈ കള്ളപ്രചാരണമാണ്. സച്ചാരണ റിപ്പോർട്ടിൽ ദളിതുകളെക്കാൾ മോശമെന്ന് പറഞ്ഞ ഈ സമുദായം 26 MP മാത്രമാണ്. 543 പാർലമെന്റിൽ വെറും 5%, പോപ്പുലേഷൻ 14%. ഏറ്റവും കൂടുതൽ MP-മാരുണ്ടായിരുന്നത് 89-ലാണ്. കാച്ചത് പറക്ക് തീരും. പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ വന്നതിന് ശേഷം ബിരിയാണിയുടെ പരിപാടിയൊക്കെ നോക്കിട്ടോ. അപ്പം മൂത്ത നാത്തൂൻ്റെ വീട്ടിലും കയറിയിട്ടാട്ടോ വന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം ധൃതി പിടിച്ചുള്ള പരിപാടികളാണല്ലോ. പിന്നെ കുറേയൊക്കെ ഞാൻ തലേ ദിവസം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല എളുപ്പമുണ്ടായി. ചിക്കനൊക്കെ ഞാൻ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി വെക്കാനുള്ളത്. പിന്നെ അങ്ങനെ സവാളയൊക്കെ അരിഞ്ഞ് ഉള്ളിയൊക്കെ ചതച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പേസ്റ്റാക്കി അങ്ങനെയൊക്കെ ചേർന്നായിട്ടോ. അപ്പോൾ അന്നേരം പെട്ടെന്ന് ബിരിയാണിയൊക്കെ റെഡിയാക്കി. പിന്നെ ഇലയൊക്കെ ഞാനിന്ന് എടുത്തിട്ട് ഇലയിലേക്ക് ആട്ടോ ബിരിയാണി വെക്കുന്നത്. അങ്ങനെ ഒരു കൊതി തോന്നി, അത് കാരണം അങ്ങനെ ചെയ്തതാട്ടോ. പിന്നെ ഞാനിന്ന് ബിരിയാണീൻ്റെ കൂടെ ഓരോ മുട്ടയും കൂടി പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണിയുടെ കൂടെ ഒരു മുട്ട ഉണ്ടാകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടമല്ലേ. മുട്ടക്ക് ബിരിയാണിയിൽ എന്തോ സ്ഥാനം എന്ന് വെച്ചാൽ അറിയില്ല, പക്ഷേ എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. പിന്നെ പപ്പടം, കച്ചമ്പർ, അങ്ങനെയൊക്കെ അച്ചാർ ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇറച്ചി കിട്ടുമല്ലോ, പൊരിക്കാനുള്ള ഇറച്ചിയൊക്കെ കിട്ടണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കനാണ് കേട്ടോ ഒന്ന് വാങ്ങിച്ചത്. ബീഫിനോട് അങ്ങനെ പിള്ളേർക്ക്
അത്ര കാര്യമില്ലെങ്കിലും ചിക്കനാണ് അവർക്കൊക്കെ കൂടുതൽ ഇഷ്ടം കേട്ടോ. പിന്നെ ബീഫ് ഉച്ച കഴിഞ്ഞ് കിട്ടാണല്ലോ, അപ്പോൾ പൊരിക്കുകയൊക്കെ ചെയ്യാമല്ലോ, അങ്ങനെ കേട്ടോ. പിന്നെ അതാ നല്ല സൂപ്പർ ബിരിയാണിയൊക്കെ ബിരിയാണിയൊക്കെ കഴിച്ചു അൽഹംദുലില്ലാ. അങ്ങനെ നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇതാ ഉമ്മ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട്, സത്യത്തിൽ ഈ പ്രാവശ്യം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. തിരക്കായി ധൃതിയായി, അതുകൊണ്ട് തന്നെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞങ്ങളുടേതായ വീഡിയോകളൊന്നും ഇതിലില്ല. പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ചെന്നപ്പോൾ ഉള്ള കുറച്ച് വീഡിയോ എടുത്തതൊക്കെ ഉള്ളൂ. ശരിക്കും ഓർഡറിലൊന്നും ഈ പ്രാവശ്യം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ജിബ്രൂട്ടൻ ഊണൊക്കെ കഴിഞ്ഞ് ഇവിടെ കിടക്കണ്ട കേട്ടോ. അവന് ഞാൻ ചിക്കൻ്റെ കരളൊക്കെ വേവിച്ച് കൊടുക്കും കേട്ടോ. അതൊക്കെ കഴിച്ച് അവൻ കിടക്കാം കേട്ടോ. അവൻ കിടന്ന് ഉറങ്ങാണ്. ജിബ്രൂട്ടൻ ഉറക്കാം. അങ്ങനെ ഉറക്കത്തിൽ ഞാൻ പോയി വേഗം വീഡിയോ എടുത്തു. വീഡിയോ ഓണാക്കി കഴിഞ്ഞപ്പോഴേക്ക് അത്ര ഇഷ്ടമല്ല വീഡിയോ ഓണാക്കാൻ. പിന്നെ ഇതാ അപ്പോഴേക്കും ഇറച്ചിയൊക്കെ കിട്ടിയിട്ടോ. ഇറച്ചിയൊക്കെ കിട്ടിയിട്ട് ഞാൻ അത് കുറച്ച് ഫസ്റ്റ് കിട്ടുന്ന ഇറച്ചി ഞാൻ അപ്പം തന്നെ ഫ്രൈ ആക്കും കേട്ടോ. ഫ്രൈ ആക്കി ഞങ്ങൾ കഴിക്കും. അത് എന്താണോ അങ്ങനെ കഴിക്കണം, ഒരു സുന്നത്താണിത് അല്ലേ. എല്ലാ ഇറച്ചിയും അങ്ങനെ ചെയ്യും, എങ്കിലും ആദ്യം കിട്ടുന്ന ഇറച്ചി അങ്ങനെയാണ് കേട്ടോ. പിന്നെ എല്ലാ ഇറച്ചിയും ക്ലീനാക്കി എടുത്ത് ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കവറിലാക്കി വെക്കും കേട്ടോ. ഓരോ പ്രാവശ്യം എടുക്കാനുള്ളത് അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടാണ് പിന്നെ ഉമ്മാടെ അടുത്ത് മൂത്തേക്കാട് വീട്ടിലേക്കൊക്കെ പോയത് കേട്ടോ. അപ്പോൾ അവരുടെ വീട് മുടിക്കൽ എന്ന് പറയും കേട്ടോ, പെരുമ്പാവൂർ തന്നെ മുടിക്കലിലാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി, അവിടെയായിരുന്നു ഉമ്മ ഉണ്ടായത്. അവിടെ നിന്ന് ഉമ്മാനെയൊക്കെ കണ്ട് എല്ലാവരും അപ്പോൾ അവിടെ വന്നു കേട്ടോ. അവിടെ വന്നിട്ട് അടിപൊളി കിച്ചൻ. കളയാറായി നിന്നെ കണ്ടാലും കണ്ണും കുടിച്ച് അവള് പൊട്ടി ഓരോ കണ്ണു പച്ചപ്പാതിരാക്കി പിന്നെ 4 മണിക്കാണ്. ഇല്ല അതൊക്കെ കട്ട് ചെയ്യും. ഭാഗത്തോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞു. തമാശകളും ഒക്കെ പറഞ്ഞ് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ പിള്ളേരൊക്കെ അപ്പോൾ അടുത്ത് മോളും കൊച്ചുമൊക്കെ വന്നിട്ടുണ്ടായിട്ടോ. മൂത്തിക്കാട് മോളും കൊച്ചൊക്കെ വന്നിട്ടുണ്ടായി. നമുക്കങ്ങനെയാണല്ലോ പെരുന്നാളിന് എല്ലാവരും കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ. പിന്നെ ഇതാ രണ്ടാമത്തെ അളിയനും ഇളയപ്പെങ്ങളും ഇളയളിയനും ഒക്കെ വരാൻ കേട്ടോ. അപ്പോൾ അവരും അങ്ങോട്ട് വന്നു. ഇവരൊക്കെ ഞങ്ങൾ ഇവിടെ അടുത്താണ്, എങ്കിലും ഞങ്ങൾ അവിടെ ഇപ്പോൾ മസ്കറ്റിൽ നിന്ന് വന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും അവിടെ കൂടിയിട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് രാത്രി ഒരു 12 മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ വന്നപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പെരുന്നാൾ വിശേഷം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ഇപ്രാവശ്യം വീഡിയോയുടെ ഞങ്ങൾക്ക് ഇച്ചിരി വഴുകി പോയിട്ടോ, ഇച്ചിരി തിരക്കിലേക്ക് ആയിപ്പോയി. അപ്പോൾ ലേറ്റായിട്ടാണ് നമ്മുടെ വീഡിയോ വന്നത്. കൂടാതില്ല പറയാനും തിരിച്ചു കൊടുക്കാനും ആളില്ല. സഫ മോളെ പോട്ടാ മച്ചാ സ്ലാനിലേക്കു. കേറിക്കാം ചി